നമസ്കാരം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിനെ രൂക്ഷമായി വിമർശിച്ച ന്യൂസിലൻഡ് വിദേശകാര്യ മന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കരാർ സ്വതന്ത്രമോ നീതിയുക്തമോ അല്ല എന്നും ന്യൂസിലൻഡിന് ഇതൊരു മോശം ഇടപാടാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ന്യൂസിലൻഡിലെ ഭരണ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ന്യൂസിലൻഡ് ഫസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 9 മാസത്തെ ചർച്ചകൾക്കൊടുവിൽ ഡിസംബർ 22 തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ചേർന്ന് കരാർ പൂർത്തിയായ വിവരം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം വിദേശകാര്യമന്ത്രി തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ന്യൂസിലൻഡിന്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് ഉയർത്തിയ വിമർശനങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സാധാരണയായി കാണുന്ന ആഭ്യന്തര രാഷ്ട്രീയ പ്രേരിത പ്രതികരണങ്ങൾ മാത്രമാണ്. ഡയറി ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയതും കുടിയേറ്റ വിഷയങ്ങൾക്ക് മുൻഗണന നൽകിയതുമാണ് മോശം കരാർ എന്ന ആരോപണത്തിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാരണം. എന്നാൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഉറച്ച നിലപാട് മനസ്സിലാക്കാതെ ഈ വിമർശനങ്ങളെ വിലയിരുത്താനാണ്. ന്യൂസിലൻഡിന്റെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നമായ പാൽ, വെണ്ണ, ചീസ് തുടങ്ങിയ ക്ഷീര ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കിയെന്നാണ് വിൻസ്റ്റൺ പീറ്റേഴ്സിന്റെ പ്രധാന വിമർശനം. സ്വന്തം കർഷകരെ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ഈ നിലപാടിനെതിരെയാണ് പീറ്റേഴ്സ് രംഗത്തെത്തിയത്. ന്യൂസിലൻഡ് കർഷകർക്ക് ഇതിൽ ഗുണമൊന്നുമില്ല, ഇത് ന്യായീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരത്തിന് പകരം കുടിയേറ്റത്തിനാണ് കരാർ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യൻ പൗരന്മാർക്കായി വർഷം തോറും 5000 താൽക്കാലിക തൊഴിൽ വിസകളും 1000 വർക്കിംഗ് ഹോളിഡേ വിസകളും അനുവദിക്കാനുള്ള തീരുമാനം ന്യൂസിലൻഡിന്റെ തൊഴിൽ വിപണിയെ ബാധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. കരാറിനായി 3 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി 9 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കിയത് ലോ ക്വാളിറ്റി കരാറിന് കാരണമായെന്ന് അദ്ദേഹം ആരോപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നു. ന്യൂസിലൻഡിൽ നിന്നുള്ള 95% കയറ്റുമതിക്കും നികുതി ഇളവ് ലഭിക്കും. ന്യൂസിലൻഡ് ഇന്ത്യയിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ $20 ബില്യൺ നിക്ഷേപം നടത്തും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലൻഡിൽ 100% നികുതി ഇല്ലാത്ത പ്രവേശനം ലഭിക്കും. ഭരണസഖ്യത്തിനുള്ളിൽ തർക്കമുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തെ താൻ മാനിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ ബലികഴിക്കാൻ തയ്യാറല്ല എന്നും പീറ്റേഴ്സ് വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടുള്ള തന്റെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിയോജിപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാർ നടപ്പിലാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണത്തെ പാർലമെന്റിൽ ന്യൂസിലാൻഡ് ഫസ്റ്റ് പാർട്ടി എതിർക്കുമെന്നാണ് സൂചന. ആദ്യം തന്നെ ക്ഷീര കർഷക മേഖല ഇന്ത്യക്ക് ഒരു സാധാരണ വ്യാപാര വിഷയം മാത്രമല്ല, കോടിക്കണക്കിന് കർഷകരുടെ ജീവിതോപാധിയാണ് ക്ഷീരമേഖല. ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സഹകരണ ഡയറി സംവിധാനങ്ങൾ, അമുൽ പോലുള്ള മാതൃകകൾ രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ്. ന്യൂസിലൻഡിനെ പോലുള്ള രാജ്യങ്ങൾ ആഗോളതലത്തിൽ അത്യധികം സബ്സിഡിയും സാങ്കേതിക മികവും ഉപയോഗിച്ച് ഡയറി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തന്റെ ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കാതെ വിപണി തുറക്കുക എന്നത് ആത്മഹത്യക്ക് തുല്യമായിരിക്കും. അതിനാൽ ക്ഷീര ഉൽപ്പന്നങ്ങളെ FTAയിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു ദുർബലതയല്ല, മറിച്ച് ശക്തമായ ഭരണ നേതൃത്വത്തിന്റെ പ്രതിഫലനമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ വ്യാപാര നയത്തിന്റെ ആധാരം ഇന്ത്യ ഫസ്റ്റ് എന്നതാണ്. മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യ പല അന്താരാഷ്ട്ര കരാറുകളിലും സ്വന്തം താല്പര്യങ്ങൾ ബലിയർപ്പിച്ചെന്ന വിമർശനം വ്യാപകമായിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഓരോ കരാറും സൂക്ഷ്മമായി വിലയിരുത്തി രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക സുരക്ഷയും കർഷക തൊഴിലാളി ക്ഷേമവും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡുമായുള്ള കരാറിലും ഇതേ സമീപനമാണ് കാണുന്നത്. വിൻസ്റ്റൺ പീറ്റേഴ്സ് കുടിയേറ്റ വിഷയങ്ങൾക്ക് നൽകിയ പ്രാധാന്യത്തെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യ വിഭവശേഷിയാണ് ഏറ്റവും വലിയ മൂലധനം. ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സഖ്യമുണ്ട്. വിദ്യാഭ്യാസം, IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അന്താരാഷ്ട്ര അവസരങ്ങൾ ഉറപ്പാക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമാണ്. ന്യൂസിലൻഡിൽ ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കാർ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യുന്നവരാണ്. അവർ ഒരു ഭാരമല്ല, മറിച്ച് ആസ്തിയാണ്. അതിനാൽ കുടിയേറ്റത്തിന് മുൻഗണന നൽകിയതിനെ മോശമെന്ന് വിളിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് ബന്ധം വ്യാപാരത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല. ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാന പങ്കാളിത്തം, ചൈനയുടെ ആധിപത്യ ശ്രമങ്ങളെ പ്രതിരോധിക്കൽ, സമുദ്ര സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കേണ്ടതുണ്ട്. മോദി സർക്കാരിന്റെ വിദേശ നയം ഈ വലിയ ചിത്രമാണ് കാണുന്നത്. താൽക്കാലിക വ്യാപാര ലാഭത്തിനായി ദീർഘകാല തന്ത്രപരമായ താല്പര്യങ്ങൾ ത്യജിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസിലൻഡിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കർഷക ലോബികളുടെ സമ്മർദ്ദം പീറ്റേഴ്സിന്റെ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ടാകാം. എന്നാൽ
ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി മറ്റൊരു രാജ്യത്തിന്റെ ന്യായമായ നിലപാടുകളെ കുറ്റപ്പെടുത്തുന്നത് നയതന്ത്രപരമായി ശരിയല്ല. ഇന്ത്യ ആരെയും ബലം പ്രയോഗിച്ച് കരാറിൽ ഒപ്പുവെപ്പിച്ചിട്ടില്ല. പരസ്പര ബഹുമാനത്തോടെയും തുല്യതയോടെയും ഉള്ള ചർച്ചകളിലൂടെയാണ് കരാർ രൂപപ്പെട്ടത്. ഇന്ത്യ ന്യൂസിലൻഡ് FTA മോശം കരാർ എന്ന മുദ്രകുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ശക്തമായ ഉയർച്ച അംഗീകരിക്കാൻ കഴിയാത്ത ചില വൃത്തങ്ങളുടെ അസ്വസ്ഥത മാത്രമാണ് എന്ന് അതുകൊണ്ട് തന്നെ പറയേണ്ടി വരും.